നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ. സീവേജുമായിട്ട് ബന്ധപ്പെട്ടാണ് STP. എന്താണ് STP? സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടല്ലോ. പ്രൈമറി ട്രീറ്റ്മെൻറ്റും ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് വരുന്ന ടാങ്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ ടാങ്കാ? എയറേഷൻ ടാങ്ക് ഉണ്ട്, സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്, അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ ഉണ്ട്. BOD ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് ഓർക്കുക. ഫ്ലോക്ക് ഓർത്തിരിക്കണം. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ ബിറ്റ്വീൻ ഫഞ്ചൈ ആൻഡ് ബാക്ടീരിയ ആണ്. പിന്നെ മൈക്രോബ്സിൻ ബയോഗ്യാസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ ആ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ? താഴെയാണെങ്കിൽ ഒരു ഭാഗമുണ്ട്, ഏതാണ്? ഡൈജസ്റ്ററും ഉണ്ട്, മറ്റൊന്ന് ഗ്യാസ് ഹോൾഡറും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഫേമസ് ആക്കിയിട്ടുള്ള ഒരു രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് ചോദിക്കുമ്പോൾ ഏതൊക്കെ പറയണം? അതിനകത്ത് ഒന്ന് IARI ആണ്, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. മറ്റൊന്ന് KVIC ആണ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജന്റ്, ബയോ കൺട്രോൾ അല്ലേ. മൈക്രോബ്സിനെ ഉപയോഗിച്ച് മൈക്രോബ്സിനെ തന്നെ കൺട്രോൾ ചെയ്യുക. അതിനകത്ത് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബാസിലസ് തുറിഞ്ചൈനസിസ് ഉണ്ട്. പിന്നെ ഫംഗസിന് എക്സാമ്പിളാണ് ട്രൈക്കോഡർമി ഉണ്ട്. പിന്നെ വൈറസിന് എക്സാമ്പിളാണ് ബക്കലോ വൈറസ്. ഇനി മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനുള്ള അല്ലേ ചില ഈ റൈസോബിയം പോലെയുള്ള ചില ബാക്ടീരിയകളുണ്ട് നമ്മുടെ പീ പ്ലാന്റിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ സയോനോ ബാക്ടീരിയ ഉണ്ട് അല്ലേ. നോസ്റ്റോക്ക് ഉണ്ട്, അനബീന ഉണ്ട്, ഓസ്ലെറ്റോറിയ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലോമസ് അല്ലേ. ഗ്ലോമസും പൈനസും തമ്മിലുള്ള അസോസിയേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ അസോസിയേഷൻ ബിറ്റ്വീൻ ബാക്ടീരിയ അല്ലെങ്കിൽ ഫഞ്ചി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫഞ്ചി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ് ഇത് മൈക്കോറൈസ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഗ്ലോമസ് ആണ് ഫംഗസ്. ആ ഫംഗസ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ, മൈക്കോറൈസയ്ക്ക് കിട്ടുന്ന ഗുണങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഓർക്കുക. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫോസ്ഫറസിനെ അബ്സോർവ് ചെയ്യുന്നു. ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. എബയോട്ടിക് സ്ട്രെസ്സുകളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളോട് പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.